എല്ലാ മാവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 കപ്പോളം പച്ച കപ്പലണ്ടിയാണ്. കപ്പലണ്ടിയും കൂടെ എണ്ണയിലേക്ക് ഇടാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് പച്ച കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. തണ്ടോട് കൂടിയ കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. കപ്പലണ്ടി ഇട്ടിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം.